ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നീണ്ട 3 വർഷത്തിനു ശേഷം പാറശാല ഷാരോണിനെ ജ്യൂസിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയതിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് നെയ്യാറ്റിങ്കര സെഷൻ കോർട്ട് കണ്ടെത്തി. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരും ശിക്ഷിക്കപ്പെട്ടു. കൊലപാതകത്തിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്നും തെളിവ് നശിപ്പിച്ചതിൽ നിർമ്മലകുമാരൻ നായരും പങ്കാളിയാണെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ വാദിച്ചു. 2022 ഒക്ടോബർ 14 നടന്ന സംഭവമാണിത്. കേരളത്തിലെ 35 ദശലക്ഷം ആളുകൾക്ക് മനസ്സിലായ കാര്യം കോടതിക്ക് മനസ്സിലാവാൻ 3 വർഷത്തോളം എടുത്തു. ഗ്രീഷ്മ തന്റെ കാമുകൻ ഷാരോണിനെ തന്റെ വീട്ടിൽ വെച്ച് കഷായത്തിൽ വിഷം കലർത്തി കുടിപ്പിക്കുകയാണ് ചെയ്തത്. തുടർന്ന് മെഡിക്കൽ കോളേജിൽ ICUയിൽ ചികിത്സയിലായിരുന്ന ഷാരോൺ 11 ദിവസത്തിന് ശേഷം ചതിയും വഞ്ചനയും ഇല്ലാത്ത ലോകത്തിലേക്ക് യാത്രയായി. കൊലപാതകത്തിന്റെ മോട്ടീവ് എന്തായിരുന്നെന്നാൽ പ്രണയത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു ചെറുപ്പക്കാരനാണ് ഷാരോൺ. പ്രണയം പകയുണ്ടാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ ഒരു കാരണവശാലും ഈ ഗ്രീഷ്മനെ ചതിക്കുകയോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടെയോ പ്രണയിച്ചതായിരുന്നു. ജീവിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ മരിക്കുമെന്ന് ഏകദേശം 99% ഉറപ്പായ ഘട്ടത്തിലാണ് അച്ഛനോട് ഈ പറയുന്ന സത്യം തുറന്നു പറഞ്ഞത്. അതുവരെ അവനറിയാമായിരുന്നുവെങ്കിൽ പോലും ആ സത്യം മറ്റാരോടും പറഞ്ഞിരുന്നില്ല. അത് പ്രണയപ്പകയല്ല, പ്രണയപ്പക എന്ന് പറയാൻ ഒരു കാര്യം പറ്റില്ല. അതായത് മെച്ചപ്പെട്ട മറ്റൊരു ജീവിതം ആഗ്രഹിച്ച ഗ്രീഷ്മ ഈ പയ്യനായ പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലാത്ത വിദ്യാർത്ഥിയായ 2 സമുദായത്തിൽപ്പെട്ട ഈ ഷാരോണിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൊലപാതകം അല്ലാത്ത രീതിയിലുള്ള മറ്റു മാർഗങ്ങളിലൂടെ ശ്രമിച്ചിട്ടും അവനതിന് പിന്മാറാതെ വന്നപ്പോഴാണ് കൊല ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി തന്നെ മരണക്കിടക്കയിൽ പോലും തന്നെ ചതിച്ചത് ജീവനായി സ്നേഹിച്ച പെണ്ണാണെന്ന് പോലും പറഞ്ഞിരുന്നില്ല ഷാരോൺ. ചെയ്ത തെറ്റിന് തക്കതായ ശിക്ഷ കോടതി നൽകുമെന്ന വിശ്വാസത്തിലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു ന്യൂസ് കാണുന്നത്. 24 വയസ്സ് മാത്രം പ്രായം, മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല, തുടർന്ന് പഠിക്കണം, ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണം. കോടതിയെ അറിയിച്ച് ഗ്രീഷ്മയുടെ അഡ്വക്കേറ്റ്. 24-ാം വയസ്സിൽ ഒരാളെ പിച്ചിയതിന്റെ കേസിലല്ല ഗ്രീഷ്മയെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. സ്നേഹിച്ചു എന്നതിന്റെ ഒറ്റ കാരണത്താൽ ഒരാളെ വിഷം കൊടുത്ത് കൊന്നതിന്റെ പേരിലാണ്. ഷാരോണിന്റെ മാതാപിതാക്കളുടെ അവസ്ഥ ആലോചിച്ചു നോക്കിക്കൂടെ? അവർക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം മകനാണ്, പ്രതീക്ഷകളാണ്. അത് തകർത്ത് കളഞ്ഞവർക്ക് പരമാവധി ശിക്ഷ നൽകുക തന്നെ ചെയ്യണം. തന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ ഒരാളെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മയുടെ വാക്കുകൾ കോടതി കേൾക്കുകയാണെങ്കിൽ 2-3 മാസം മുന്നേ സ്നേഹിച്ച് പിരിഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന ട്രിവാൻഡ്രം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ആ ഒരു ചെറുപ്പക്കാരന്റെ വാക്ക് എന്തുകൊണ്ട് കോടതി ചെവിക്കൊണ്ടില്ല? തെറ്റ് ചെയ്തവരാണ്, ശിക്ഷ നൽകുക തന്നെ ചെയ്യണം. അത് ആണായാലും പെണ്ണായാലും. എന്തായാലും വിധി പറച്ചിൽ 20ലേക്ക് മാറ്റിയിരിക്കുകയാണ്. കണ്ടപ്പോൾ വിഷമവും ദേഷ്യവും തോന്നിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടായിരുന്നോ നിങ്ങൾ? ഇത് ഇതുപോലെ അല്ലാതെ കാണിക്കാൻ കഴിയില്ല, അത്രയ്ക്കും ബ്രൂട്ടലായ വിഷ്വൽസ് ആണിത്. എന്താണ് സംഭവം എന്ന് അറിഞ്ഞു കാണുമല്ലോ അല്ലേ? എറണാകുളം പറവൂരിൽ വീട്ടിൽ കയറി 3 പേരെ കൊലപ്പെടുത്തി. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഋതു എന്ന ചെന്നായ കൊണ്ടുപോയിട്ടുണ്ട് ജയിലിലിട്ട് വളർത്താനായി. എന്തിനാണ് സാർ? പിഞ്ചു മക്കളുടെ മുന്നിലിട്ടാണ് അവൻ ആ മാതാപിതാക്കളെ ക്രൂരമായി കൊന്നത്. ആ മക്കളുടെ കരച്ചിൽ മനസ്സിൽ നിന്നും മായുന്നില്ല. എത്ര വർഷം കഴിഞ്ഞാലും അവരുടെ മനസ്സിൽ ചോരയിൽ കുളിച്ച് ജീവന് വേണ്ടി പിടയുന്ന മാതാപിതാക്കളുടെ ചിത്രം മായില്ലല്ലോ. കേരളത്തിലെ ജയിലുകളിൽ ഇതുപോലൊരു സാധനമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, തൂക്കുമരം. വധശിക്ഷ വിധിക്കുന്ന പ്രതികളെ തൂക്കിലേറ്റുന്ന സ്ഥലം. ഇപ്പോൾ ഇത് ജയിലുകളിൽ ഊഞ്ഞാലാടാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. കാരണം 1991 കേരളത്തിൽ നിരവധി കൊലപാതകങ്ങൾ നടത്തിയ മുതുകുട്ടി ചന്ദ്രൻ എന്ന റിപ്പർ ചന്ദ്രനെയാണ് അവസാനമായി വധശിക്ഷയ്ക്ക് വിധിച്ചതും തൂക്കിലേറ്റിയതും എന്ന് കേട്ടിട്ടുണ്ട്. ഇതുപോലുള്ള ചെന്നായ്ക്കളെ മട്ടനും ബീഫും മീനുമൊക്കെ കൊടുത്ത് വളർത്തിയിട്ട് എന്താണ് കാര്യം? മറ്റു രാജ്യങ്ങളെ പോലെ ചെയ്ത തെറ്റിന് തക്കതായ ശിക്ഷ കൊടുക്കാൻ നമ്മളുടെ സർക്കാരിനും കോടതിക്കോ കഴിയാത്തത് എന്താണ്? അതുപോലെ മലപ്പുറത്ത് നിറം കുറവാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തൽ മൂലം 19കാരി ജീവനൊടുക്കി. പെണ്ണു കാണുന്ന സമയത്തും കല്യാണം കഴിഞ്ഞ സമയത്തും കൂടെ താമസിച്ച സമയത്തും നിനക്ക് തോന്നിയില്ലായിരുന്നോ നിറം കുറവാണെന്ന്? നിറത്തിന്റെ പേരിൽ നീ ഇല്ലാതാക്കിയത് നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ വിശ്വസിച്ച ഒരു മനസ്സാണ്. കേരളത്തിലെ നിയമത്തിന്റെയോ നിയമപാലകരുടെയോ മുന്നിൽ നിന്ന് നീ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. നാളെ ഒരു സമയത്ത് നീ കണക്ക് പറയേണ്ട ഒരു സമയമുണ്ടാകും. തീർച്ച 2025 ആയിട്ടും ഇപ്പോഴും 80കളിൽ കഴിയുന്ന ആളുകളാണ് നമുക്കിടയിലുള്ളത്. 16ഉം 17ഉം വയസ്സാകും മുന്നേ പെൺമക്കളെ കെട്ടിക്കാൻ തിടുക്കം കാട്ടുന്ന മാതാപിതാക്കൾ. എന്തിനാണ് നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ആളുടെ മുന്നിൽ തലകുനിച്ചു കൊടുക്കേണ്ടി വരുന്ന നിങ്ങളുടെ മക്കൾ? ഒന്ന് ഓർക്കുക, ആ പയ്യന്റെ കൂടെ ജീവിക്കേണ്ടത് നിങ്ങളുടെ മകളാണ്, നിങ്ങളല്ല. 18 വയസ്സിൽ നിങ്ങളുടെ മകൾക്ക് മെച്യൂരിറ്റി വരുമെന്ന് ചിന്തിക്കരുത്. മകളുടെ ഒരു നല്ല ഭാവിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ, പഠിത്തം, ജോലി എന്നിവ കൂടി നിങ്ങൾ നോക്കുക. 19 വയസ്സെന്ന് പറഞ്ഞാൽ കുട്ടികൾ കളിച്ചും പഠിച്ചും നടക്കേണ്ട പ്രായമാണ്. ആ പ്രായത്തിൽ അവരെ ഒരു ദാമ്പത്തിക ജീവിതത്തിലേക്ക് തള്ളിവിടാതിരിക്കുക. എന്നെങ്കിലും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയിൽ നിർത്തുന്നു. പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.